എത്ര ഉപ്പ് വേണം എക്സാക്ട്ലി ഒന്നും amount അറിയില്ല. അപ്പൊ വിളിച്ചപ്പോൾ അവൾ പറയാം ഓഫ് ആക്കിക്കോ ഞാൻ വരുമ്പോ ചെയ്യാം. അപ്പൊ ഈ ഉപ്പ് എടുക്കാനുള്ള ടൈമാണ് നൈറ്റ് വരെ ആയി. നൈറ്റിൽ അല്ല ഉപ്പിന്റെ സമയം മാത്രമല്ല ഞാൻ പറഞ്ഞ പൊതുവെ നമുക്കൊരു ഹെൽപ്പിന് ആവശ്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുക്കിങ്ങിലൊക്കെ ഇവിടെ ഒരിക്കലും ഹെൽപ്പ് ചെയ്യാൻ റെഡിയല്ല. എടാ ഉപ്പ് നോക്കാൻ ദോശ വിളിപ്പോ നീ വന്നോ? ദോശ ചുട്ടാൻ വന്നോ നീ? അനീഷയുടെ ഇനി വരത്തില്ല. അവള് തന്നെ എന്തിനാണ് ആര്യം ദോശ ഇടാൻ? ഇപ്പൊ ഇവിടെ നീ എന്നെ വിളിച്ചോ, ഞാൻ വരാൻ. നൂറെന്നെ വിളിച്ചോ, ഞങ്ങൾ വരും. എങ്ങനെ അറിയാം ഈ പറഞ്ഞ പോലെ എത്ര ക്വാണ്ടിറ്റി ഫുഡ് ശരിയാ? നീ ഇവരെ ഉണ്ടാക്കിണ്ടോ ഫുഡ്? ഞാൻ ഉണ്ടാക്കില്ല. ദോശ ഇടാനൊക്കെ അറിയാം. അറിയില്ല, എനിക്ക് അറിയില്ല. ഇഫ് യു നോ ദോശയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ഞാൻ ദോശയുടെ കാര്യം മാത്രം 2 കാര്യം അവളോട് ചോദിച്ചത്. അവൾ കാണുമ്പോ ഷീ നോസ് ഹൗ ടു കുക്ക് ഫുഡ്. അതുകൊണ്ട് അവളെ വിളിച്ചത് ഞാൻ ഈ കാര്യത്തില്. അവള് എന്തിനാ നെയ്വരും ചെയ്തൂടെ? സർക്കാസം പഠിച്ചോണ്ടിരിക്കുക അവിടെ. ഒരു ഫ്രണ്ടിനെ അതുകൊണ്ടാണ് ഇന്നലെ ഫുഡ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനൊരു കാരണം പറഞ്ഞത്. വൺ ഓഫ് ദ റീസൺസ് where we don't feel comfortable asking her for work or anyone for work because nobody is willing to come. Nobody is willing to come alla. She is not willing to come because she knows how to cook. We feel she is the one who normally cooks. Tomorrow I put in the kitchen team. You'll make food for all of us. ഉണ്ടാക്കി പറ്റത്തുള്ളൂ, ഉണ്ടാക്കും. അപ്പൊ നെക്സ്റ്റ് അങ്ങനെ ചെയ്യാം. എനിക്കറിയില്ലല്ലോ ഇതുവരെ നീ കിച്ചൺ ടീമിൽ ക്യാപ്റ്റനായി വന്നിട്ടുണ്ടോ ഫുഡ് ഉണ്ടാക്കാൻ? നമുക്ക് അറിയില്ല. അല്ലെങ്കിൽ നോബഡി എന്ന് പറയേണ്ട ആവശ്യമില്ല, ഒരാളെ പറഞ്ഞാൽ മതി. ഒരാളോട് ചോദിച്ചാൽ ഒരാളെ പറഞ്ഞാൽ മതി. എല്ലാവരും പറഞ്ഞിട്ടല്ലോ അവള് പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾ ഒരാൾ വെച്ചിട്ട് ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ കറക്റ്റ് ടൈമിൽ ഫുഡ് എത്തും. നെവിൻ ആ സമയത്ത് ഗെയിം കളിച്ചോണ്ടിരിക്കുക. ആ സമയത്ത് ഫുഡിനൊക്കെ സമയമായി. അപ്പൊ ഞാൻ അവളെ വിളിച്ചു. അവൾ പറഞ്ഞു ഗ്യാസ് ഓഫ് ആക്കിക്കോ. അപ്പൊ അവിടെ ഡിലേ വരും. ഗ്യാസ് ഓഫ് ആക്കുമ്പോൾ ഡിലേ വരും. എനിക്ക് വേണമെങ്കിൽ പയർ കുക്കായിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, അതവൻ ആ സമയത്ത് കുറച്ച് ഡിലേ ഇങ്ങനെ സ്മോൾ. ഞാൻ ഒരു വൺ ഓഫ് ദ റീസൺസ് പറഞ്ഞാണ്. അതാണ് വൺ ഓഫ് ദ റീസൺസ് ഫോർ ഡിലേ. ഉണ്ട് നമുക്ക്. നമ്മൾ ഡിലേ ആക്കിയത് രാത്രിയല്ലേടാ പിന്നെ ടാസ്ക് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി വില്ലിംഗ് ആവണം, കുറച്ചുകൂടി വില്ലിംഗ് ആവണം ഹെൽപ്പ് ചെയ്യാൻ ഈ കാര്യത്തിലൊക്കെ. ഷീസ് സെൽഫിഷ്. ഷീ സേയിങ് ഓൺലി ഐ എം ദ കിച്ചൺ ടീം മെമ്പർ, ഐ വിൽ കുക്ക്, റെസ്റ്റ് എവരിവൺ ഡു വാട്ടെവർ ഹെൽ യു വാണ്ട്. അങ്ങനെ ചെയ്യരുത്.